പുതിയ രാഹുൽ ഗാന്ധിയെ തൊട്ടുകളിച്ചാൽ വിവരമറിയും. സത്യം പറയുമ്പോൾ BJP വിറകൊള്ളുന്നു. അമേരിക്കൻ പര്യടനം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അവിടെ നിരവധി പരിപാടികളിലും സംവാദങ്ങളിലും പങ്കെടുത്ത് പ്രസംഗിക്കുകയും ഇന്ത്യയെ സംബന്ധിച്ചുള്ള സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലെ മിക്കവാറും രാഹുൽ ഗാന്ധി പങ്കെടുത്ത എല്ലാ യോഗങ്ങളിലും ഇന്ത്യക്കാരായ ആൾക്കാരടക്കം വലിയ ജനാവലിയാണ് പങ്കെടുത്തത്. താൻ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യവും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി നടത്തിയത്. തന്റെ മാതൃരാജ്യം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചേർന്നത് എന്ന രാഹുലിന്റെ പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും വലിയ ഭീഷണിയെ നേരിടുകയാണ് എന്ന് വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി സിഖ് സമുദായ വിശ്വാസികൾ നേരിടുന്ന ചില പ്രതിസന്ധികൾ തുറന്നു പറയുകയും ചെയ്തു. നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ വന്ന ശേഷം സിഖ് ജനത വലിയ ആശങ്കയിലാണെന്നും അവരുടെ ജീവിതം തന്നെ അരക്ഷിതാവസ്ഥയിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മതപരമായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ തലപ്പാവ് അണിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പോലും കഴിയാതെ ഗതികേടിലാണ് സിഖുകാർ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ BJP നേതാക്കൾ രാഹുൽ വിരുദ്ധ പ്രസ്താവനകളുമായി കടന്നു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ രാഹുൽ ഗാന്ധി നടത്തിയ സത്യസന്ധമായ വിശദീകരണത്തെ വളച്ചൊടിച്ച് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നാണ് BJPക്കാർ ആരോപിച്ചത്. ഇന്ത്യയിലെ ജനാധിപത്യ ബോധം തകർക്കുവാനും BJPയെയും പ്രധാനമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുവാനും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. സ്വന്തം പേരിനൊപ്പം ഗാന്ധി എന്ന വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വെറും വഴിയോര കച്ചവടക്കാരന്റെ സ്ഥിതിയിൽ എത്തുമായിരുന്നു എന്നുമാണ് BJPയുടെ ദേശീയ നേതാവ് പ്രസ്താവിച്ചത്. മാത്രവുമല്ല, സിഖ് മതവിഭാഗത്തിന്റെ ആൾക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും അതുവഴി ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കാനുമുള്ള തന്ത്രമാണ് രാഹുൽ ഗാന്ധി പയറ്റുന്നതെന്നും BJP ആരോപിക്കുന്നു. ഇത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന സിഖ് മതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പഴയ ഒരു ചരിത്രം ആവർത്തിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധി ഓർമ്മിക്കണമെന്നും BJP പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സിഖ് സമൂഹത്തിനിടയിൽ ചേരിതിരിവുണ്ടാവുകയും ഒരു വിഭാഗവുമായി ഇന്ദിരാഗാന്ധി കൂട്ടുചേരുകയും ചെയ്തത് ഇതിന്റെ ഒടുവിലത്തെ ഫലം സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി മരിക്കുന്ന സ്ഥിതിയായിരുന്നു എന്നത് രാഹുൽ ഗാന്ധി മറക്കരുതെന്നും BJP നേതാക്കൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, നിരവധിയായ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് BJP നേതാക്കൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പമുള്ള അമിത്ഷാ തുടങ്ങിയ നേതാക്കൾക്കും ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. 10 വർഷക്കാലം 2 തെരഞ്ഞെടുപ്പുകളിലായി വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ഒറ്റയ്ക്ക് ഭരിച്ച നരേന്ദ്രമോദിയും BJPയും ആ നിലയിൽ നിന്നും താഴെ വീണ് മറ്റു പാർട്ടികളുടെ സഹായത്തോടെ ഭരണത്തിൽ തുടരുകയാണ്. ഈ സർക്കാർ എത്ര കാലം മുൻപോട്ട് പോകും എന്ന കാര്യത്തിൽ ആശങ്കയാണ് യഥാർത്ഥത്തിൽ BJP നേതാക്കളെ അലട്ടുന്നത്. കൂട്ടുകക്ഷി സർക്കാർ എന്ന നിലയ്ക്ക് ഗവൺമെന്റ് തീരുമാനങ്ങൾ എല്ലാവരുടെയും അംഗീകാരത്തോടെ മാത്രമേ നടപ്പിൽ വരുത്താൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലവും നരേന്ദ്രമോദി RSS സംഘപരിവാർ ശക്തികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള ഭരണമാണ് നടത്തിയിരുന്നത്. മതപരമായ പ്രീണനവും ജാതീയമായ വേർതിരിവുകളും സ്ഥിരമായി ആവർത്തിക്കുന്ന ഏർപ്പാടാണ് നരേന്ദ്രമോദിയുടെ 2 സർക്കാരുകളും നടത്തിയത്. ഇന്ന് ഏതായാലും അത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനവുമായി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതിന്റെ നിരാശ മൂലം ഉണ്ടാകുന്ന വിരോധമാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള BJP ഭരണകൂടത്തിന്റെ മതവിദ്വേഷം എന്നതിന് എത്രയോ തെളിവുകളാണ്. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഇപ്പോഴും അവസാനിക്കാതെ നിരന്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആശങ്കയിൽ ജീവിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും സംഘപരിവാർ ശക്തികളുടെ ആക്രമണങ്ങൾക്കിരയാകാം എന്ന ഭയത്തിലാണ് ഈ മതവിഭാഗ വിശ്വാസികൾ ജീവിക്കുന്നത്. ഇത് തന്നെയാണ് സിഖുകാരുടെ കാര്യത്തിലും ഉള്ളതെന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയമായ ക്രൂരകൃത്യങ്ങളും മതവിദ്വേഷങ്ങളും ജനാധിപത്യം തകർക്കലും തുറന്നു പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു നേതാവും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വവുമായ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല എന്ന് പ്രധാനമന്ത്രി മോദിയും മറ്റ് BJP നേതാക്കളും തിരിച്ചറിയുന്നുണ്ട്.
രാജ്യത്തുണ്ടാകുന്ന ഏത് ചെറിയ വിഷയത്തിലും ഇടപെടൽ നടത്തി പ്രതിഷേധിച്ച് മുന്നോട്ടു പോകുന്ന രാഹുൽ ഗാന്ധിയെ തടയുവാൻ കഴിയാത്ത സാഹചര്യമാണ് BJP നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നത്. സിഖുകാരുടെ ദുരനുഭവം മാത്രമല്ല, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ ഒരു ഹോട്ടൽ ഉടമ GSTയെ എതിർത്തുകൊണ്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞപ്പോൾ അയാൾക്ക് നേരെ ധിക്കാരപരമായി സംസാരിച്ച് അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച മന്ത്രിയുടെ നടപടി ഒരു BJP നേതാവ് വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വിട്ടത് വലിയ ചർച്ചയായി മാറി. കേന്ദ്രമന്ത്രിയുടെ സമനില വിട്ട ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അംബാനി അദാനി തുടങ്ങിയ മുതലാളിമാർ മാത്രം മതി. ഒരു സാധാരണ ബിസിനസ്സുകാരൻ ഒരു സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള പക്വത കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇല്ലാതെ പോയി. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പൊതുജനത്തിന്റെ മാനസികാവസ്ഥ കണ്ടുപഠിക്കണം എന്നാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും അതിനെയെല്ലാം ഏറ്റുപിടിക്കുന്നതിനും അന്യായവും അവാസ്തവമായ വിഷയങ്ങൾ നിരത്തി രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുവാനും തയ്യാറാകുന്ന BJP നേതാക്കൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ദയനീയമായി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്ന വസ്തുത. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.